ഹായ് ഹലോ ഗേസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 3 മുതൽ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോവുകയാണ്. ബിഗ് ബോസ് സീസൺ 7 ഇപ്രാവശ്യത്തെ പ്രഡിഷൻ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ പ്രഡിഷൻ ലിസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിലെ സീരിയലുകളിലെ നിറസാന്നിധ്യമായിരുന്ന ഷാനവാസ് ചാനുവിൻ്റെ പേരാണ്. കുങ്കുമപ്പൂവ്, സീത, അങ്ങനെ ഒരുപാട് സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ് ഷാനവാസ് ചാനു എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസിലും പുള്ളിക്കാരനൊരു ഒരു ബോൾഡ് ആറ്റിറ്റ്യൂഡാണ് സീരിയലിലൊക്കെ. അതുപോലെ തന്നെ ബിഗ് ബോസിലും അതുപോലെ ഒരു ബോൾഡ് ആറ്റിറ്റ്യൂഡ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമതായി വരുന്നതെന്ന് പറയുന്നത് സ്റ്റാർ മാജിക്കിലൂടെ ഏറെ പ്രിയപ്പെട്ടയായ അനുമോൾ കാർത്തുവാണ്. അപ്പം അനുമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർ മാജിക് എന്നൊരു ഷോയുടെ തുടക്കം തൊട്ട് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോ തീരുന്നത് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷോയുടെ ഓരോ ഇതിലും പുള്ളിക്കാരി ഗെയിമൊക്കെ കളിക്കുന്നതൊക്കെ ഭയങ്കര സ്പിരിറ്റിലൂടെയായിരുന്നു. അപ്പോൾ ബിഗ് ബോസിലും ആ ഒരു സ്പിരിറ്റിൽ തന്നെ അനുമോളുടെ ഗെയിം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമതായി വരുന്നതെന്ന് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം സീരിയലിലെ നായികയായിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ ആണ്. ബിന്നി സെബാസ്റ്റ്യൻ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ബിന്നി സെബാസ്റ്റ്യനാണ് മൂന്നാമത്തേന്ന് പറയുന്നത്. നാലാമതായി വരുന്നത് യൂട്യൂബിലെ മിന്നും അവതാരക അല്ലെങ്കിൽ ഹോട്ട് സീറ്റ് ഷാരിക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കി വിളിക്കുന്ന ഷാരികയാണ്. ഷാരികയുടെ ഇൻ്റർവ്യൂസ് കാണുന്നവർക്കറിയാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നാവ് കൊണ്ട് പുള്ളിക്കാരി തളർത്തി കളയുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ ബിഗ് ബോസിൽ വന്ന ഗെയിമുകളിലായാലും മൈൻഡ് ഗെയിംസിലൊക്കെ ആയാലും പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നാലാമതായി വരുന്നതെന്ന് പറയുന്നത് സീരിയൽ ആക്ടറായിട്ടുള്ള ജിഷിൻ മോഹൻ്റെ പേരാണ്. ജിഷിൻ മോഹൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സോഷ്യൽ മീഡിയസിലായാലും ഒരു റൂമറൊക്കെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ജിഷിൻ മോഹൻ. ഇനി അഞ്ചാമതായിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പാനി ശരത്താണ്. എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ സോങ്ങിലേക്കുള്ള അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ അങ്കമാലി ഡയറീസിലെ അപ്പാനി രവി, അതാണ് അപ്പാനി ശരത്ത്. അപ്പാനി ശരത്തിൻ്റെ പേരാണ് വരുന്നത്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഇപ്രാവശ്യത്തേക്ക് ജാസിയുടെ പേരും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിൻ്റെ പേരും വരുന്നുണ്ട്. എല്ലാ വർഷവും ട്രാൻസ്ജെൻഡേഴ്സിലും നല്ലൊരു ഗെയിം നടത്തുന്നവരാണ്. ഇപ്പോൾ ജാൻമണി ആയാലും നാദ്ര ആയാലും അവരൊക്കെ ബിഗ് ബോസ് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന്. ഇപ്രാവശ്യം പക്ഷേ പറയുന്നത് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറയുടെ പേരും പിന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ജാസിയുടെ പേരുമാണ് വരുന്നത്. പക്ഷേ ജാസി കുറച്ച് ഓൺലൈൻ മീഡിയസുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലൊക്കെ ബിഗ് ബോസിൽ പോകുമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പോകും, അത് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് കാണാമോ കാണില്ലേ എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ലാത്തൊരു ക്യാരക്ടറാണ്. പിന്നീട് പ്രഡിഷൻ ലിസ്റ്റിൽ വരുന്ന പേരെന്ന് പറയുന്നത് പഠിപ്പൊരു വീട്ടിൽ പത്മാവതിയായിട്ടും പിന്നെ മഴൽ മനോരമയിലെ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൊക്കെ തിളങ്ങിയ രേഖയുടെ പേരാണ്. രേഖ എന്ന് പറയുന്നത് മുമ്പ് കഥയിൽ ജീവിതത്തിലൊക്കെ വന്ന് വൈറലായ ഒരു ആക്ട്രസ്സാണ്. പുള്ളിക്കാരി ഇപ്പോഴും ഒരു വെടിക്കുള്ള ഇത് പുള്ളിക്കാരിയുടെ കയ്യിലുണ്ടെന്നാണ് പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂസിലൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ രേഖയുടെ പേരാണ് അടുത്തതായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ വരുന്നതെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസറുടെ ഇടയിൽ നിന്ന് അഭിശ്രീ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്ന അവരുടെ പേരാണ് പ്രഡിഷൻ ലിസ്റ്റിലുള്ളത്. പിന്നീട് നോക്കുവാണെങ്കിൽ നമ്മുടെ രേണുസുതി സ്റ്റാർ മാജിക്കിലെ സുധിയുടെ വൈഫ്. പക്ഷേ ഇപ്പോൾ രേണുസുതി എന്നുള്ള പേരാണ് എല്ലായിടത്തും കത്തി നിൽക്കുന്നത്. ഒരു ഫേസ്ബുക്കിലോ ഒരു ഇൻസ്റ്റഗ്രാമിലോ ഒരു യൂട്യൂബിലോ ഏത് സോഷ്യൽ മീഡിയ എടുത്താലും ഫസ്റ്റ് വരുന്നത് രേണുസുതിയുടെ വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ രേണുസുതിയെ കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും. ഈയിടെയായിട്ട് രേണുസുതിക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുന്നുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ രേണുസുതി ഇപ്രാവശ്യം ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പ്രഡിഷൻ ലിസ്റ്റുകൾ പറയുന്നത്. പിന്നീടുള്ള പേരെന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ തന്നെ സ്റ്റാർ സിംഗറിലെ മെൻറ്ററായിട്ടുള്ള അക്ബറാണ്. പ്രഡിഷൻ ലിസ്റ്റുകളിലെല്ലാം അക്ബറിൻ്റെ പേരുമുണ്ട്. പിന്നെ ഒരു ആക്ടറായിട്ടുള്ള ആര്യൻ കൗസ്തൂർ അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരൻ്റെ പേര്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കൗസ്തുഭൻ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തിയല്ല. എനിക്ക് പുള്ളിയുടെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല എങ്ങനെയായിരിക്കും ഗെയിമെന്നൊന്നും. പിന്നെയുള്ള പ്രഡിഷൻ ലിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് രഞ്ജിത്ത് മുൻഷി, പിന്നെ ഒണിയൽ സാബു ആണ് പിന്നെ പ്രഡിഷൻ ലിസ്റ്റിലുള്ള വേറൊരാൾ. അതുപോലെ തന്നെ നെവിൻ, RJ ബിൻസി, ഇവരൊക്കെയാണ്. ഇവരൊന്നും അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരല്ല. അറിയാവുന്ന ആൾക്കാർ കാണുമായിരിക്കും, പക്ഷേ എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ ഗെയിം കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ പ്രഡിഷൻ ലിസ്റ്റിലുള്ള വേറൊരാളാണ് മഴൽ മനോരമയിലെ ബമ്പർ ചിരിയിലൊക്കെ സ്റ്റാൻഡപ്പ് ചെയ്ത് അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു സ്റ്റാൻഡപ്പിൻ്റെ ഒരു
എന്താണ് ചിരി കൊച്ചിയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലുള്ള ദീപക് മോഹൻ പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡപ്പൊക്കെ കേരളത്തിൽ കുറച്ച് ആളുകളിലേക്ക് സ്റ്റാൻഡപ്പ് എന്നുള്ള ഒരു സംഭവം എത്തിച്ചതിൽ ഒരാളും കൂടിയാണ് ഈ ദീപക് മോഹൻ. ഇടയ്ക്ക് വെച്ച് കൽബിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോഴത്തേക്ക് നായികയോട് ശവാസനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് എയറിൽ പോയൊരു വ്യക്തിയും കൂടെയാണ്. ദീപക് മോഹനും ഇപ്രാവശ്യം ബിഗ് ബോസിലുണ്ടെന്നാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ പറയുന്നത്. അതുകൂടാതെ കോമണേഴ്സിൽ നിന്നും 2 പേര് പെഡിഷൻ ലിസ്റ്റിൽ വരുന്നുണ്ട്. ആരാവുമെന്നറിയത്തില്ല, കോമണേഴ്സിൻ്റെ പേര് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ 20 പേരിൽ ആദില നൂറ ഒറ്റയ്ക്കാണോ അതോ 2 പേരായിട്ടോ ആണോ എന്നും പെഡിഷൻ ലിസ്റ്റുകളിൽ വരുന്നുണ്ട്. ഇത്രയും പേരുടെ പേരുകളാണ് ഉള്ളത്. ജാസിയും കൂടെ കൂട്ടിയാണ് പറയുന്നത്. ഇനി എങ്ങനെയാവുമെന്ന് ഓഗസ്റ്റ് 3 ഷോ തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം ഉള്ളതിൽ എന്തായാലും കുറച്ച് പേര് നമുക്കറിയാവുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ആണെങ്കിലും അവരുടെ വെളിയിലുള്ള ഇതൊക്കെ വെച്ച് അവരിൽ കുറച്ചൊക്കെ ഗെയിം സ്പിരിറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാവും ഷോ മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്ക് ഷോ കണ്ടാൽ മാത്രമേ അറിയൂ. അപ്പോൾ ഓഗസ്റ്റ് 3 ഷോ തുടങ്ങുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തായാലും ഓരോ ദിവസം കൗണ്ട് ഡൗൺ പ്രൊമോസൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. ഓരോ ദിവസത്തെ ഷോ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ ആയിരിക്കും മുന്നേറുന്നത്, ആരൊക്കെ ആയിരിക്കും 8ൻ്റെ പണി അല്ല 7ൻ്റെ പണിയും വാങ്ങിച്ചിരിക്കുന്നതെന്ന്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.